നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിനായി രാവിലെ തന്നെ കോടതി ചേർന്നിരുന്നു. ഈ ഘട്ടത്തിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആമുഖമായി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് കോടതി വ്യക്തമാക്കിയത് തന്റെ ഭൂതവും ഭാവിയും ഒക്കെ അന്വേഷിച്ചു പൊക്കോളൂ, കുഴപ്പമില്ല, പക്ഷേ കോടതി നടപടിക്രമങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ കഴിയില്ല, അത് മാധ്യമങ്ങളാണെങ്കിലും അഭിഭാഷകരാണെങ്കിലും അംഗീകരിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി. ഇതൊരു മുന്നറിയിപ്പാണ് എന്നും കോടതി പറഞ്ഞു. മാത്രമല്ല, ജഡ്ജിക്കെതിരെയുള്ള വിമർശനങ്ങളിലും കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷമാണ് പ്രതികളെ കോടതി കേട്ടത്. പൊതുവിൽ എല്ലാ പ്രതികളും പറഞ്ഞത് തങ്ങൾക്കൊക്കെ ശിക്ഷാ ഇളവ് വേണം എന്നതാണ്. അതിൽ മാർട്ടിൻ ആന്റണി എന്ന പ്രതി കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. അതായത് തനിക്കെതിരെ ഒരു പെറ്റി കേസ് പോലുമില്ല, വീട്ടിൽ മാതാപിതാക്കൾ മാത്രമാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പൊട്ടിക്കരച്ചിൽ. ഇതോടൊപ്പം ആറാം പ്രതിയായിട്ടുള്ള പ്രദീപും കോടതിയിൽ കരയുകയുണ്ടായി. തൻ്റെ കുടുംബ പശ്ചാത്തലമടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് പ്രദീപ് കോടതിയിൽ കരഞ്ഞത്. അതിനുശേഷം വിജീഷ് എന്ന പ്രതി തനിക്ക് തലശ്ശേരിയിലേക്ക് ജയിൽ മാറ്റണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ അത് കോടതി അംഗീകരിച്ചില്ല. എല്ലാവരെയും വിയൂർക്കാണ് വിട്ടത്. എന്തായാലും അതിനുശേഷം പ്രോസിക്യൂഷനെ കോടതി കേട്ടു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതോടൊപ്പം തന്നെ എല്ലാ പ്രതികൾക്കും തുല്യ ഉത്തരവാദിത്തമാണ് ഇതിൽ എന്ന കാര്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചു. തുല്യമായിട്ടുള്ള ശിക്ഷ നൽകണമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. ഈ ഘട്ടത്തിൽ കോടതി ചോദിക്കുന്നുണ്ട്, അതായത് പൾസർ സുനിയാണ് ഇതിൽ മുഖ്യപ്രതി, മറ്റുള്ളവരുടെ പങ്കാളിത്തമടക്കം പ്രത്യേകം പരിശോധിക്കേണ്ടതല്ലേ എന്ന കാര്യവും കോടതി ചോദിക്കുന്നുണ്ട്. എന്തായാലും പൾസർ സുനിയുടെ അഭിഭാഷകനും ഇതിനിടയിൽ പൾസർ സുനിക്ക് ശിക്ഷാ ഇളവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീയുടെ ആത്മാഭിമാനത്തെ തന്നെ ഇല്ലാതാക്കിയ ഒരാൾക്ക് എങ്ങനെ ശിക്ഷാ ഇളവ് നൽകുമെന്ന കാര്യവും കോടതി ചോദിക്കുന്നുണ്ട്. ഇതിനിടെ പ്രോസിക്യൂഷൻ പറഞ്ഞത് കഴിഞ്ഞ 8 വർഷമായി സമൂഹം ഈ ആക്ട്രസിനൊപ്പമാണ്, നടിക്കൊപ്പമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ചോദിച്ചത് ഇത്തരത്തിൽ സമൂഹത്തിന് വേണ്ടിയിട്ടാണോ വിധി പറയേണ്ടത് എന്ന കാര്യവും കോടതി പ്രോസിക്യൂഷനോട് ചോദിച്ചു. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളും കോടതി വിശദമായി തന്നെ പരിഗണിച്ചു. അതിനുശേഷമാണ് ശിക്ഷാ വിധിയിലേക്ക് കാര്യങ്ങൾ പോയത്. പ്രതികൾക്ക് 20 വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത്. അത് 376D, അതായത് കൂട്ടബലാത്സംഗത്തിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന തലത്തിലാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും പ്രതികളെ പിന്നീട് വിയൂരിലേക്ക് 6 പ്രതികളെയും കൊണ്ടുപോയി. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.